അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലായിരുന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം, ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണെന്ന് അറിയാൻ പോകുന്നത് അകലം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ. അതായത് ഇവിടെ നോക്കി ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ഒരു പോയിന്റ് എ, ഇവിടെ വേറൊരു പോയിന്റ് ബി. എനിക്ക് ഈ രണ്ട് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലം കാണണം. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ അകലം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ പോയിന്റിന്റെ രണ്ടിന്റെയും കോർഡിനേറ്റുകൾ വേണം. x1 y1. ആദ്യത്തതിന്റെ കോർഡിനേറ്റ് എന്താണ്? x1 y1 എടുത്തു. രണ്ടാമത്തതിന്റെ കോർഡിനേറ്റ് x2 y2 എന്ന് എടുത്തു. എന്ന് പറഞ്ഞാൽ എക്സും വൈയും ഉണ്ട്, എക്സും വൈയും ഉണ്ട്. അങ്ങനെ രണ്ട് പോയിന്റ് തന്നിട്ട് അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു ഫോർമുലയാണ്, കാണാതെ പഠിക്കേണ്ടതാണ്. ഒന്നുമില്ല എന്ന് വയ്ക്കൂ. ഡിസ്റ്റൻസ് ഈക്വൽ ടു അകലം ഈക്വൽ ടു ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചോളൂ. എക്സ് കോർഡിനേറ്റുകൾ കുറച്ചെഴുതുക. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഏതാണ്? x1. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഏതാണ്? x2. അത് കുറച്ചെഴുതുക. നിങ്ങൾ x1 മൈനസ് x2 എന്നോ x2 മൈനസ് x1 എന്നൊക്കെ എഴുതിക്കും, ഒരു കുഴപ്പമില്ല. അതിൻ്റെ എന്തെടുക്കണം? സ്ക്വയർ എടുക്കണമെന്ന് മാത്രം. അപ്പോൾ എന്താണ്? x1 മൈനസ് x2 ഹോൾ സ്ക്വയർ. അതായത് എക്സ് കോർഡിനേറ്റുകൾ കുറച്ചെഴുതി പ്ലസ്. ഇനി എന്ത് ചെയ്യണം? ആദ്യം എക്സ് കോർഡിനേറ്റ് അല്ലേ കുറച്ചത്, അപ്പോൾ അടുത്തത് കുറയ്ക്കേണ്ടത് എന്തായിരിക്കും? വൈ കോർഡിനേറ്റുകൾ. വൈ കോർഡിനേറ്റ് ഏതൊക്കെയാണ്? y1 മൈനസ് y2. നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറയ്ക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ട് കുറയ്ക്കുക, നിങ്ങളുടെ ഇഷ്ടം. അതിൻ്റെ എന്തെടുത്തോളം? സ്ക്വയർ എടുത്തോളം. ഈ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ ഫോർമുലയിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നോക്കിയേ, ബ്രാക്കറ്റിൻ്റെ അകത്ത് മൈനസ് ആണ്, പുറത്ത് ഇവിടെ പ്ലസ് ആണ്. രണ്ടെണ്ണം നോക്കാം. ഇത് ശ്രദ്ധിച്ചേ. ഒരു എക്സാമ്പിൾ നോക്കുവാണ്. എനിക്ക് 2, 3 എന്ന് പറയുന്ന ഒരു പോയിന്റും 3, 8 എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതായത് എനിക്ക് ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എന്താ പറഞ്ഞത് നമ്മൾ ആദ്യം ഇക്വേഷൻ എടുക്കണം. ഡിസ്റ്റൻസ് അകലം ഈക്വൽ ടു ഇക്വേഷൻ ഒന്ന് വെറുതെ എഴുതിയേക്കാം. എന്താണ്? ഒന്നുമില്ല. x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. ഇനി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എക്സുകൾ കുറച്ച് എഴുതുക. അവിടെ ഇവിടുത്തെ എക്സ് ഏതാണ്? 2. ഇവിടുത്തെ എക്സ് ഏതാണ്? 3. ഒന്നെങ്കിൽ 2 നിന്ന് 3 കുറക്കാം, അല്ലെങ്കിൽ 3 നിന്ന് 2 കുറക്കാം. ഏതാ നമുക്ക് എളുപ്പം? നമുക്ക് എളുപ്പം 3 നിന്ന് 2 കുറയ്ക്കാനാണ്. അത് കുറയ്ക്കുക, സ്ക്വയർ എടുക്കുക, പ്ലസ് പറഞ്ഞും കൂടി. ഇനി വൈകൾ തമ്മിൽ കുറയ്ക്കുക. ഇവിടുത്തെ y 2, ഇവിടുത്തെ y 3, ഇവിടുത്തെ y 8. അപ്പോൾ 3ഉം 8ഉം തമ്മിൽ കുറയ്ക്കാൻ എളുപ്പം ഏതാ? 8 നിന്ന് 3 കുറയ്ക്കാനല്ലേ. അപ്പോൾ 8 മൈനസ് 3. മറക്കരുത്, സ്ക്വയർ എടുത്തോളണം. അപ്പോൾ എന്ത് വരും? 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 8 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ഈക്വൽ ടു എത്ര വന്നു? 1 പ്ലസ് 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. അപ്പോൾ ആൻസർ √26 എന്ന് വന്നു. √26 കൃത്യമായിട്ടുള്ള ആൻസർ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എന്താണ്? √26 യൂണിറ്റ്സ്. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? കുറവുകൂടി പറയണം. ഇത് ശ്രദ്ധിച്ചു. അപ്പോൾ ശ്രദ്ധിച്ചോടാ, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എഴുതിയിട്ടുണ്ട്. നോക്കി, ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? 3, 7ഉം 4, 6ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എളുപ്പമല്ലേ? ഒന്നുമില്ല. ആദ്യം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ഈക്വൽ ടു അകലം ഈക്വൽ ടു ഇക്വേഷൻ എഴുതണം, കാണാതെ പഠിക്കണം. എന്താണ്? x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. എക്സുകൾ കുറച്ച് എഴുതണം, വൈകൾ കുറച്ച് എഴുതണം. ശ്രദ്ധിച്ചോടാ, ഇവിടുത്തെ ആദ്യത്തെ എക്സ് ഏതാണ്? 3. ഇവിടുത്തെ എത്രയാണ്? 4. അപ്പോൾ 3ഉം 4ഉം തമ്മിൽ കുറയ്ക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഏതാ എളുപ്പം? 4 നിന്ന് 3 കുറയ്ക്കാനല്ലേ. അപ്പോൾ 4 മൈനസ് 3 എന്ന് എഴുതി ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത വൈകൾ. ഇവിടുത്തെ വൈ എത്രയാണ്? 7. ഇവിടുത്തെ വൈ എത്രയാണ്? 6. അപ്പോൾ കുറയ്ക്കാൻ എളുപ്പം ഏതാണ്? 7 നിന്ന് 6 കുറയ്ക്കാനല്ലേ. അപ്പോൾ 7 മൈനസ് 6 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ശ്രദ്ധിച്ചോ, 4 നിന്ന് 3 പോയാൽ എത്രയാണ്? 1 സ്ക്വയർ പ്ലസ് 7 നിന്ന് 6 പോയാൽ എത്രയാണ്? 1 സ്ക്വയർ തന്നെ ഈക്വൽ ടു 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 പ്ലസ് ഈ 1ന്റെ സ്ക്വയർ എത്രയാണ്? 1. ആൻസർ എത്ര വന്നു? √2. √2ന് കൃത്യമായിട്ടുള്ള ആൻസർ നമുക്കറിയാമോ? ഇല്ല. എന്താണ്? യൂണിറ്റ്സ് എന്ന് എഴുതി അങ്ങോട്ട് വെച്ചാൽ മതി. കേട്ടല്ലോ? റൂട്ട് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ മൈനസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തെറ്റിക്കരുത്. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് അകലം ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? √x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, മൈനസ് വന്നിട്ടുണ്ട്, തെറ്റിക്കരുത്. ഇവിടെ -1, ഇവിടെ 2.
അപ്പൊ -1 നിന്ന് 2 കുറയ്ക്കണം, അല്ലെങ്കിൽ 2 നിന്ന് -1 കുറയ്ക്കണം. എങ്ങോട്ട് കുറയ്ക്കാം? നമുക്ക് അങ്ങോട്ട് കുറയ്ക്കാം അല്ലെ. -1ഉം 2ഉം തമ്മിൽ കുറയ്ക്കാൻ പോവാണ്. ശ്രദ്ധിക്കണം, ചിഹ്നം ശ്രദ്ധിക്കണം. -1 നിന്ന് കുറയ്ക്കണം. എത്ര കുറയ്ക്കണം? 2 കുറയ്ക്കണം. എഴുതി കേട്ടല്ലോ. അത് അങ്ങോട്ട് എഴുതി സ്ക്വയർ ഇട്ടു. -1 ആണ് x1, കുറച്ചു. എന്താണ് കുറയ്ക്കേണ്ടത്? 2. -1 നിന്ന് കുറയ്ക്കണം 2 എഴുതി, പ്ലസ് ഇട്ടു. ശ്രദ്ധിച്ചാൽ അടുത്തത് ഇവിടുത്തെ y എത്രയാണ്? 3. ഇവിടുത്തെ y എത്രയാണ്? -7. നമുക്ക് ഇതും അങ്ങോട്ട് തന്നെ കുറയ്ക്കാം. എങ്ങനെ വരും? 3 നിന്ന് കുറയ്ക്കണം. എത്ര കുറയ്ക്കണം? 7 ആണോ? അല്ല, -7. അതിന്റെ സ്ക്വയർ എടുക്കണം. ഇത്രേ ഉള്ളൂ. സൈൻ എഴുതുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് എഴുതിക്കോളൂ, അത്രേ ഉള്ളൂ. ഇനി -1 -2, ആൻസർ എത്രയാണ്? 2ഉം മൈനസ് ആണ്. അപ്പൊ കൂട്ടിയിട്ട് ആ ചിഹ്നം കൂട്ടിയിട്ട് കൊടുക്കണം. -3. അപ്പൊ ആൻസർ -3ന്റെ സ്ക്വയർ പ്ലസ്, ഇവിടെ നോക്കിയേ 3, ഈ മൈനസും മൈനസും കൂടി ചേർന്ന് എന്താവും? ഇവിടെ പ്ലസ് ആവും. +7 സ്ക്വയർ കിട്ടിയല്ലോ. ഈക്വൽ ടു, ശ്രദ്ധിച്ചേ, ഇതൊന്ന് നീറ്റായിട്ട് എഴുതിയിട്ട് നമുക്ക് അടുത്തതിൽ ചെയ്യാം. -3 സ്ക്വയർ പ്ലസ് 3 + 7 എത്രയാണ്? 10. 10ന്റെ സ്ക്വയർ. അപ്പൊ നോക്കിയോ, -3ന്റെ സ്ക്വയർ, -3ന്റെ സ്ക്വയർ -9 ആണോ? അല്ല, -3ന്റെ സ്ക്വയർ എത്രയാണ്? +9 പ്ലസ് 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. അപ്പൊ ആൻസർ എത്ര വന്നു? റൂട്ടിന്റെ അകത്ത് 100ഉം 9ഉം കൂടി കൂട്ടുമ്പോൾ 109. ഇതിന്റെ കൃത്യമായിട്ടുള്ള റൂട്ട് നമുക്ക് വേണോ? അറിയില്ല. അതുകൊണ്ട് 109 യൂണിറ്റ്സ് എന്ന് എഴുതി അങ്ങോട്ട് നിർത്തുക. അപ്പൊ ഡിസ്റ്റൻസ് മറക്കരുത്. ഏത് 2 പോയിന്റിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഇക്വേഷൻ x1 - x2² പ്ലസ് y1 - y2². എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേടാ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.